ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്ന ഒരു പ്രത്യേകം ക്വാളിറ്റി ടൈം വേണം. എന്താ ഈ ക്വാളിറ്റി ടൈമിൻ്റെ പ്രത്യേകത? മറ്റ് ശല്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഭാര്യയോടും മക്കളോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു മണിക്കൂർ ജീവിതത്തിൽ വേണമെന്ന്. അവിടെ പിന്നെ ഫോണ് അലോസരപ്പെടുത്തരുത്. അല്ലെങ്കിലും ഈ ഫോണിനോടുള്ള അമിതമായ നമ്മുടെ ബന്ധം ഒഴിവാക്കാൻ ചില പ്രത്യേക സമയങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഫോണ് തൊടൂലാന്ന് തീരുമാനിക്കണം എന്നാണ് പുതിയൊരു മനഃശാസ്ത്ര രീതിയാണത്. ചില പ്രത്യേക സമയങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് രാവിലെ സുബഹി മുതൽ 10 മണി വരെ ഞാൻ ഫോൺ തൊടൂല. മീൻസ് കൊളക്കം വന്നെടുക്കുക എന്നല്ലാതെ ഫോണിൻ്റെ മറ്റു കളികളുണ്ട്, അതിലേക്ക് ഞാൻ നിൽക്കൂല, നെറ്റ് തുറക്കൂല എന്ന്. അപ്പോൾ ക്വാളിറ്റി ടൈം ഇത് സത്യത്തിൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമാണ്. എന്നാലും ഇത് പ്രത്യേകമായ പോയിന്റായി മനഃശാസ്ത്രജ്ഞർ പഠിപ്പിക്കുന്നു. ആ സമയത്ത് മക്കളോടൊപ്പം ഇരിക്കണം, ജോലി തിരക്ക് മാറണം, ഫോണും ടി വി മാറ്റിവെക്കണം, സംസാരിക്കണം, യാത്ര പോകാനൊക്കെ സമയം കണ്ടെത്തണം, മക്കളിൽ വരുന്ന ചേഞ്ചസ് പഠിക്കണം. ഇത് വാപ്പിയും തമ്മിലൊരു ബന്ധമില്ലേ, മക്കളും വാപ്പിയും തമ്മിലൊരു ബന്ധമില്ല. ഇങ്ങനെ കൃത്രിമമായ ഒരു കുടുംബം അങ്ങനെ പോകുന്നു. ഓരോരുത്തരുടേതായ ജീവിതം അങ്ങനെ മുന്നോട്ടുകൊണ്ടുപോകുന്നു. ഇതിനിടയിൽ വരുന്ന മാറ്റങ്ങളോ ധാർമ്മികവും അധാർമികവുമായ സ്വാധീനങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോകും. ആദ്യകാലത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറിയമായ തിരുത്തുകൊണ്ട് തീരാവുന്ന കേസുകളൊക്കെ മക്കളെ സംബന്ധിച്ചിടത്തോളം മാരകമായിട്ട് ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴേ അറിയുള്ളൂ. അതില്ലാതിരിക്കാൻ കൂടിയിരിക്കണം. കുട്ടി ചേഞ്ച് അയക്കണമെന്ന് അറിയണ്ടേ, കണ്ണ് ചുമന്നിക്കണോ നോക്കണ്ടേ, അപ്രകാരം തന്നെ അവന് ആട്ടുണ്ടോ നോക്കണ്ടേ. നമ്മളെ നേരാവണ്ണം നോക്കണില്ല, സൂക്ഷ്മമായിട്ടാണ് നോക്കുന്നത്. അവൻ്റെ ഉള്ളിൽ എന്തോന്ന് മങ്കുറിന് കയറിയിരിക്കണമെന്ന് മനസ്സിലാവണ്ടേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക ഓരോന്നിനും മനോഹരമായുണ്ട്. ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അങ്ങോട്ട് കിടക്കാതിരിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും നല്ല കുടുംബം രൂപപ്പെടും.